അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചുരം കയറിയത് ആനവണ്ടിയിലാണെങ്കിൽ ദാണ്ടേ തിരിച്ചിറങ്ങാൻ പോകുന്ന മുതലാണ് താണ്ടി വരുന്നത് നമ്മുടെ സ്വന്തം ടിപ്പർ. അതും നമ്മുടെ ജിതിനളിയിലാണ് വണ്ടി കൊണ്ടുവരുന്നത്. അളി അങ്ങോട്ട് നിർത്തളിയാന്ന് പറഞ്ഞാൽ നമ്മൾ ദാണ്ട വണ്ടിക്കകത്ത് ചാടി കയറി. ജിതിനളിയാണ് ഡ്രൈവർ കേട്ടോ. അതാണ്ട താങ്ക് യു വിസിറ്റ് അഗെയിൻ. നമ്മൾ ദാണ്ടേ അത് എനിക്ക് തോന്നുന്നു നമ്മളെ ചുരത്തിലോട്ടുള്ള കവാടമാണെന്ന് തോന്നുന്നു. തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. ഞാൻ മുമ്പേ കാണിച്ചില്ലേ നമ്മളെ ബിൽഡിങ്ങും പള്ളിയൊക്കെ ആയിട്ടുള്ള. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഡൗട്ടുണ്ട്, കോഴിക്കോട് അതായിരിക്കുന്നു. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ ടിപ്പറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാൻ. നമ്മൾ KSRTC ബസ്സിനകത്ത് ഇത്രയും ഒരു വ്യൂ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഇതാകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെൻട്രൽ പോർഷനും എല്ലാം ഒരേ ടൈപ്പ് വ്യൂ കീടിലായിട്ട് കാണാം. വീഡിയോ എടുക്കാനും പറ്റും. ബസ്സിൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ തന്നെ ഈ സാധനം നമുക്ക് എവിടെ കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല. അതില്ലേ മെയിൻ വിഷയം. ഒതുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നിർത്തി നമുക്ക് വണ്ടിയുടെയും നമ്മുടെയും എല്ലാം ഫോട്ടോയും റീൽസും ഒക്കെ കിടിലായിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ചെറിയ മഴയുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയപ്പോഴും നമുക്ക് ഈ കോടയ്ക്കകത്തൂടെ പോണത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് മാത്രം നടന്നില്ല. എന്തൊക്കെയാണ് അടിപൊളിയായിരുന്നു. ഒരുപാട് രാത്രിയൊന്നും ആയില്ല എങ്കിൽ പോലും ആ ഇരുട്ട് അനുഭവപ്പെടുന്നത് ആ കാടും അവിടുത്തെ ആ ഒരു അന്തരീക്ഷം വെച്ചാണ് ഇത്രയും ഇരുട്ട്. ആ മഴയുടെ ഇതെല്ലാം കൊണ്ട് ഈ ബെൻഡൊക്കെ നമ്മൾ ട്രെയിലർ ഇറങ്ങി വന്നപ്പോൾ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. നല്ല വളഞ്ഞു പോകണമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ചവിട്ടി കൊടുത്തു. വണ്ടികളൊക്കെ കയറിപ്പാനും നമ്മളെ ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. കുറച്ച് വണ്ടി ചെറിയ ചെറിയ വണ്ടികളെല്ലാം നമ്മളെ കയറ്റി വിട്ട്. നമ്മുടെ താഴെ ഇങ്ങനെ ചുരം ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഓടിച്ചു പോകുന്നാണ്ട കിടില. നമ്മളാണ്ട 16 വീല് ടാറ്റ സിഗ്ന ലോഡുമായിട്ട് ഫുൾ ലോഡ് സാധനമായിട്ട് കയറി പോയ പോക്കുണ്ട്. എന്തൊക്കെയാണ് കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരു വിഷമമുള്ളൂ കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോഴും നമുക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വണ്ടി ഓട്ടയ്ക്കത് നമ്മൾ ചുരം കയറി നമ്മളെ സ്വന്തം ആനവണ്ടി ചുരം കയറി നമ്മൾ സൂപ്പർ ഫാസ്റ്റിനകത്തായിരുന്നു കേട്ടോ. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും പൊളി യാത്രയാണ് ഇതൊക്കെ. നമ്മുടെ വണ്ടി ടിപ്പറായതുകൊണ്ട് തന്നെ ചവിട്ടി കൊടുത്തല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ തള്ളക്കുളി കേൾക്കത്തില്ലേ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെയും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ 3-4 കടകളും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വണ്ടികളൊക്കെ. അങ്ങനെ താണ്ട നമ്മൾ തിരിച്ച് നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ ഇറങ്ങി നമ്മൾ അടിവാരത്തിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സ്വന്തം ജിതിനളിയൻ്റെ കൂടെ കേട്ടോ താമരശ്ശേരി ചുരം ഇറങ്ങി വന്നത്. അളിയൻ്റെ വാക്ക് കേട്ടോണ്ട് ചുരമൊക്കെ കാണാൻ പറ്റി. അടിപൊളി ഒരു യാത്ര അനുഭവിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.